വയനാട്ടിൽ ആദിവാസി കുടിലുകൾ പൊളിച്ച സംഭവത്തിൽ വനം വകുപ്പിനെതിരെ മന്ത്രി OR കേളു രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കുടിലുകൾ പൊളിച്ച വനം വകുപ്പ് നടപടി തെറ്റാണ് എന്ന മന്ത്രി കുറ്റപ്പെടുത്തി. പരസ്പരം ആലോചിക്കാതെയാണ് കുടിൽ പൊളിച്ചത്. ഏകപക്ഷീയമായ ഇത്തരം ഇടപെടൽ ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും പൊളിച്ച സ്ഥലത്ത് തന്നെ വീടുകൾ കെട്ടിക്കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് അങ്ങനെ പൊളിച്ച് കളഞ്ഞത് തെറ്റാണ്. അത് ചെയ്യാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ലോക്കൽ ബോഡീസ് ഉണ്ട്, എൻ്റെ പഞ്ചായത്ത് കൂടിയാണത്, ഞാൻ അവിടെ താമസക്കാരനാണ്. ഒരു പരസ്പരം ആലോചിക്കാതെ അവർ ആ 3 വീടുകൾ പൊളിച്ച് അവരെ വഴിയാധാരമാക്കിയത് തെറ്റാണ്. അത് സംബന്ധിച്ച് വനമന്ത്രിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതുപ്രകാരം കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കാമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് ചില സസ്പെൻഷനും മറ്റ് നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ പൊളിച്ച വീടുകൾ അവർ തന്നെ കെട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ കേസെടുത്തിട്ടുണ്ട്. മാനന്തവാടി DFOയും ജില്ലാ കളക്ടറും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന കമ്മീഷൻ നിർദ്ദേശം നൽകി. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, മന്ത്രിയുടെ പഞ്ചായത്തിൽ, അതായത് പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ദുരവസ്ഥയുണ്ടായത് ആദിവാസി കുടുംബങ്ങൾക്ക്. ഇപ്പോൾ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്? അവർക്ക് വീട് വെച്ച് നൽകും എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തു ഇതുവരെ? വിനീത സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗൗരവതരമായ ഒരു കാര്യം നടന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും ബേഗൂർ ഉള്ള വനം വകുപ്പിൻ്റെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 3 ആദിവാസി കുടുംബങ്ങളെയാണ്, അവരുടെ കൂരകളാണ് വനം വകുപ്പ് ജീവനക്കാർ ഞായറാഴ്ച രാത്രി എത്തി ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊളിച്ചു മാറ്റിയത്. മാത്രമല്ല രാത്രി ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെയാണ് ഈ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളും പാത്രങ്ങളും തട്ടിത്തെറിപ്പിച്ചാണ് ഈ കൂരകൾ പൊളിച്ചു മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. നേരത്തെ ഈ മന്ത്രി OR കേളു പറഞ്ഞതുപോലെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഈ കുടിൽ പൊളിച്ചു മാറ്റിയത്. ആ പ്രദേശത്ത് തന്നെ പുനർനിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. DFOയും ഒപ്പം വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇവരുമായി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ ഈ 3 കുടുംബങ്ങളും താമസിക്കുന്നത് വനം വകുപ്പിൻ്റെ താൽക്കാലിക ഡോർമെറ്ററിയിലാണ്. 3 കുടുംബങ്ങളും ഇന്നലെ ഡോർമെറ്ററിയിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് DFOയും വയനാട് ജില്ലാ കളക്ടറും ഇക്കാര്യം പരിശോധിച്ച് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. അടുത്ത സിറ്റിംഗിൽ സുൽത്താൻ ബത്തേരി കോടതിയിൽ കേസ് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം DFOയ്ക്കും വയനാട് ജില്ലാ കളക്ടർക്കും നടപടിയെടുക്കുക എന്നതിനപ്പുറം അവർ ഈ കുടിലുകൾ പൊളിച്ചപ്പോൾ രാത്രി തണുപ്പത്ത് ഈ വന്യമൃഗശല്യമൊക്കെയുള്ള പ്രദേശത്ത് അവിടെ കുടിലുകൾ പൊളിച്ച് വെറും തറയിൽ കിടക്കേണ്ടി വന്നു എന്നൊക്കെ അവർ നമ്മളോട് ഇന്നലെ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തതാണ്. ഉദ്യോഗസ്ഥരുടെ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനമായിരുന്നോ ഇത്? തീർച്ചയായും വിനീത, ഉദ്യോഗസ്ഥരുടെ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ തന്നെയാണിതെന്ന് പറയേണ്ടി വരും. കാരണം ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നൊരു ദിവസം വന്ന് പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്ന് അവർ കത്തിയൊക്കെ ഉപയോഗിച്ചാണ് ഈ ഷെഡ്, അതായത് ഈ കൂര വരെ പൊളിച്ചു മാറ്റിയത്. ഇന്നലെ വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ പറഞ്ഞിരുന്നു, അതായത് വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഇന്ന് രാവിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ T. കൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വനം വകുപ്പിൻ്റെ ഈ ബേഗൂർ തോൽപ്പെട്ടി റേഞ്ചിലുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്നു T. കൃഷ്ണൻ. ഇദ്ദേഹത്തിന് കീഴിലുള്ള ബാവലി സെക്ഷൻ ഒപ്പം തോൽപ്പെട്ടി സെക്ഷൻ വനമേഖലയിലെ വനം വകുപ്പ് ജീവനക്കാരാണ് ഈ കുടിൽ പൊളിച്ചു മാറ്റിയത്. ഇതിനെതിരെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ CCF KS ദീപയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ വിധേയമായി ഈ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.